എൻ്റെ ഫേവററ്റ് തിയേറ്റർ ആയിട്ടുള്ള പാലക്കാട്ടിലെ CNC സിനിമാസിൽ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ഫിലിം കണ്ടുകൊണ്ടായിരുന്നു ഇന്നത്തെ ദിവസം തുടങ്ങിയത്. 11:30-ക്കായിരുന്നു ഷോ. നേരത്തെ തന്നെ ഞങ്ങളവിടെ എത്തി. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആദമിന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഷോ തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. ഇതൊരു 3D ഫിലിമാണ്. CNC സിനിമാസ് പാലക്കാട് എത്തിയിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. ഈ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സെറ്റപ്പാണ്. ലേസർ RGB പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തിയേറ്ററിൻ്റെ സീറ്റിംഗ് സെറ്റപ്പും അടിപൊളിയാണ്. 7.1 ഡോൾബി അറ്റ്മോസ് ആണ് ഇവിടെ സെറ്റപ്പ്. പ്രൊജക്ടറിൻ്റെ ക്ലാരിറ്റി എടുത്തു പറയേണ്ടതാണ്. 3D സിനിമാസൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് വലിയ രീതിയിൽ നമുക്ക് മറ്റുള്ള തിയേറ്ററിൽ നിന്നും ഇവിടെ ഡിഫറൻസ് അറിയും. അങ്ങനെ ജുറാസിക് വേൾഡ് റീബർത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി ഫിലിമായിരുന്നു. 3D എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ഈ പാലക്കാട് അടുത്തിടെ ഓപ്പൺ ആയിട്ടുള്ള സൂഫി മന്തിയിലേക്കായിരുന്നു. ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് അകത്ത് സീറ്റ് കിട്ടിയത്. അങ്ങനെ മെനു ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തു. ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫുഡ് എത്തിയത്. ഇതാണ് നമ്മുടെ കൊണ്ടാട്ടം അൽഫാം. ഇതിൻ്റെ മസാലയൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയായിരുന്നു. ഇത് ലെബനീസ് അൽഫാം, നല്ല ക്രീമി ആയിട്ടുള്ളൊരു മസാലയായിരുന്നു. ഈ 2 അൽഫാമും നല്ല സെറ്റപ്പ് സാധനമായിരുന്നു. സൂഫി മന്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റൈസ് നമ്മുടെ നെഹ്ദി മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അവരുടെ തന്നെ ഒരു സംരംഭം കൂടിയാണിത്. അത് പിന്നെ അൽഫാമിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് തന്നെയുള്ളൂ. ബാക്കിയെല്ലാം അതേ സെയിം തന്നെയായിരുന്നു. ഇത് ഫിൽഫിൽ അൽഫാം, ഒരു ഗ്രീൻ ചില്ലിയുടെയൊക്കെ ഒരു ഫ്ലേവറായിട്ടൊരു അൽഫാമായിരുന്നു. ഇത് അത്രയ്ക്കൊരു പോരായ്മയാണ് എനിക്ക് തോന്നിയത്. പിന്നെ റൈസിനെ കുറിച്ചുള്ള അഭിപ്രായമാണെങ്കിൽ നമ്മുടെ മുന്നുതാ പറയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു പിസ്താച്ചിയോ കുനാഫയും ഓർഡർ ചെയ്തു. ഒന്നും പറയാനുള്ള നല്ല സൂപ്പർ ഐറ്റം ആയിരുന്നു. ഇനി നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നപ്പോൾ അവിടുന്ന് കഴിച്ച കുറച്ച് ഫുഡ് വിശേഷങ്ങളാണ്. അവിടുന്ന് ഡിന്നറിനായിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചത് ഇതാ ഡ്രാഗൺ ചിക്കനും പിന്നെ ബട്ടർ ചിക്കനും. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചിക്കൻ വെറൈറ്റീസാണ്. ഇതുപോലുള്ള ചിക്കൻ ഐറ്റംസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് ബട്ടർ നാനും പൊറോട്ടയും ഇതുപോലുള്ള ഐറ്റംസാണ്. അടുത്തത് കണ്ണൂർ ശ്രീകൃഷ്ണ ഹോട്ടലിലെ ഈ പനീർ മസാല ദോശ. ഒരു മസാല ദോശയ്ക്ക് 120 രൂപയാണെങ്കിലും അത് കിടു ഐറ്റം ആയിരുന്നു. ഇതിലെ മസാലയുടെ ടേസ്റ്റാണ് എടുത്തു പറയേണ്ടത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വെജിറ്റേറിയനിൽ നല്ലൊരു ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് അടിപൊളിയാണ്. അവിടുത്തെ ഉഴുന്നുവട പോലും നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ പനീറൊക്കെ വെൽ കുക്ക്ഡ് ആയിട്ടുള്ള പനീറാണ്. പിന്നെ അടുത്തത് ഈ കണ്ണൂർ കോക്ടെയിൽ ഷോപ്പിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും. നല്ല ബെസ്റ്റ് കോക്ടെയിൽ കിട്ടുന്ന ഷോപ്പാണിത്. ഇരുന്ന് സാവധാനം കുടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഈ ഷോപ്പിലില്ലെങ്കിലും ഷോപ്പിൻ്റെ പുറത്ത് തന്നെ ധാരാളം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഈ കോക്ടെയിൽ കുടിക്കാനായിട്ട്. ഒരു കോക്ടെയിലിന് 70 രൂപയാണ് വില. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ഐറ്റം. പപ്പായാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ. പപ്പായും പിന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ധാരാളം കാഷ്യൂ നട്ട്സും ഇതിലുണ്ട്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു നമുക്കും ഒരു കോക്ടെയിൽ കിട്ടിയത്. പക്ഷേ വെയിറ്റ് ചെയ്തതിനുള്ള വർത്ത് അതിനുണ്ട്. ഈ കോക്ടെയിലിൻ്റെ ടേസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നല്ല നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഷേക്കാണ്.
അടുത്ത് SA ജ്യൂസ് ഷോപ്പിലെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഷേക്കുകളുടെ വിശേഷങ്ങളാണ്. ഒരുപാട് ഫ്ലേവറിൽ ഈ ഷേക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ ഗ്ലാസിൻ്റെ മുകളിലും ഈ ഷേക്ക് ഒഴിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കാഷ്യൂ നട്ട്സ് അതുപോലെ നട്ട്സിൻ്റെ കാര്യങ്ങളിൽ ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വർത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഗ്ലാസിൻ്റെ മുകളിൽ വരെ ഈ ഷേക്ക് ഇങ്ങനെ ഒഴിച്ച് നമുക്ക് തരും. ഈ ഷേക്ക് കഴിക്കാൻ തുടങ്ങിയത് മുതൽ അതിൻ്റെ അവസാനം വരെ അതിൽ നിന്ന് നട്ട്സ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നട്ട്സിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്.